നിത്യ, ഞാനും വീട്ടിലേക്ക് ഒന്നിച്ചു പോ. വേണ്ട. പ്ലീസ് ഡോ. വേണ്ട. നിത്യ പ്ലീസ് വന്നേ. വാ വാ വാ, കേറ്. കൈന്ന് വിടറോ. കേറ്. ഇരിക്കെ. വാ. നിത്യയെ കാണാതായപ്പോ ഞാൻ എല്ലാരോടും തിരക്കി. ആർക്കും അറിയില്ലായിരുന്നു. താൻ ആരോടും പറഞ്ഞില്ലേ? പറയണമെന്ന് തോന്നിയില്ല. അമ്പലത്തിലേക്ക് പോയതാ? അല്ല, ഹരിയെ കാണാനാ. വഴിയിൽ വെച്ച് ഞങ്ങളെ സിഐ കണ്ടിരുന്നു. പരസ്പരം കാണാൻ പാടില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിനുള്ള മറുപടി ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ദേഷ്യമുണ്ടല്ലോ, അതിപ്പോ എന്നോട് സംസാരിക്കുമ്പോഴുണ്ട്. എന്റെ നിത്യയെ വേണ്ട നിത്യതൊന്നും. ഭീഷണിപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ അത് ഞാൻ വീട്ടിലുണ്ടാവുമ്പോ മതി. ഇത് പൊതുസ്ഥലമാണ്. ഇവിടെ ആർക്കും ആരുടെയും ഭീഷണി കേട്ടു നിൽക്കേണ്ട ആവശ്യമില്ല. അതെ, ഭീഷണിപ്പെടുത്താനാണെന്ന് നിത്യയോട് ആരാ പറഞ്ഞേ? ഞാനതൊക്കെ എന്നേ അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേടോ, ഞാൻ കുറെ ആലോചിച്ചു. എന്റെ വാശി, എന്റെ ജയം, അതൊക്കെ മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. ഹരിയെ നിത്യയും പിരിക്കാന്ന് പറയുന്നത് എന്നെ കൊണ്ടല്ല, ദൈവത്തിനെ കൊണ്ടുപോലും സാധിക്കില്ലല്ലോ. അങ്ങനെ പരസ്പരം ജീവിക്കാൻ ഒരു ഭാഗ്യം വേണം. ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നെ കൊണ്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും. എന്റെ ജീവിതത്തിൽ ഇത് ഞാൻ പല തവണ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടപ്പോഴൊക്കെ അതിന്റെ പിറകില് നിങ്ങളൊരു ചതി വരാറുണ്ടായിരുന്നു. പറഞ്ഞത് വിശ്വസിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനതങ്ങ് എഴുതി വാങ്ങിച്ചു. ഞാനത് തരാം. ഇത് വായിച്ചു കഴിയുമ്പോൾ നെറ്റിക്ക് ബോധ്യപ്പെടും. മുഴുവൻ വായിക്കേ. ഇനി ഇതാണ് നിത്യയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം. എങ്ങനെയുണ്ട്? ഇനി തർക്കിക്കില്ലല്ലോ. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നിത്യക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാലോ. ഓക്കെ അല്ലേ നിത്യ? തേടിപ്പോയാളെ കിട്ടിയല്ലേ? പിന്നെ കിട്ടാതിരിക്കും. ആരാ പോയേ?
ജയാർ ഒരു കാര്യത്തിന് ഇറങ്ങിയ അത് പൂർത്തിയാക്കാൻ ജയാറിന് അറിയാം. വഴിയിൽ നിന്നും അവളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവരാൻ നിനക്ക് ആരാടാ അവകാശം തന്നത്? ആര് ഭീഷണിപ്പെടുത്തി? നിത്യല്ലേ അകത്തിരിക്കുന്നേ, പോയി ചോദിച്ചു നോക്ക്. അച്ഛാ, നിത്യ സ്വന്തം ഇഷ്ടത്തിന് എന്റെ വണ്ടി കയറിയതും ഇവിടെ വന്നതും. അതിനവൾ മരിച്ചിട്ടില്ല. അവളുടെ ശരീരത്തിൽ ജീവനുള്ളപ്പോ അങ്ങനൊരു കാര്യം അവള് ചെയ്യില്ല. അതെ, ജീവനുണ്ടല്ലോ. ഇനി അങ്ങോട്ട് വിചിത്രമായ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കിടക്കുമല്ലേ അമ്മേ. നിത്യോട് പോയി ചോദിച്ചു നോക്കൂ. എന്നിട്ട് പരിഹാരം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്താ താൻ എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇല്ല, ഇതിലും എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോന്നാണോ? ഏയ്, ഞാനൊരിക്കലും നിങ്ങളെ സംശയിക്കില്ല. നിങ്ങൾ പുണ്യാളനല്ലേ? അച്ഛാ, നമുക്കൊന്ന് പുറത്തു പോകാനുണ്ട്. ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. നിത്യ